തമിഴ്നാട്ടിലെ തെക്കൻ കാർഷിക ജില്ലകളിൽ ഉത്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മധ്യ കേരളത്തിലെ വിപണികളിലാണ് എപ്പോഴും എത്തുക. ഓണക്കാലം ലക്ഷ്യം വെച്ച് പച്ചക്കറി കൃഷി ഇറക്കുന്നത് മാസങ്ങളുടെ തയ്യാറെടുപ്പോടെ. തേനി ചിന്നമന്നൂർ മാർക്കറ്റിൽ നിന്ന് ഓണക്കാലമായതോടെ ലോഡ് കണക്കിന് പച്ചക്കറിയാണ് കയറ്റി അയക്കുന്നത്. ചിന്നമന്നൂരിലെ പച്ചക്കറി കൃഷിയുടെയും വിപണിയുടെയും വിശേഷങ്ങളാണ് ഇനി കാണിച്ചു തരുന്നത്. പശ്ചിമഘട്ട മലനിരകൾക്ക് താഴെ ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോളമാണ് കൃഷിപ്പാടങ്ങൾ കാണാൻ കഴിയുക. മധ്യ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൃഷി വിളകൾ കയറ്റി അയക്കപ്പെടുന്നത് തമിഴ്നാട് തേനി ജില്ലയിലെ ചിന്നമന്നൂർ എന്ന് പറയുന്ന മാർക്കറ്റിൽ നിന്നാണ്. അവിടുത്തെ വിശേഷങ്ങളും ഈ നാട്ടിലെ കൃഷി രീതികളും എങ്ങനെയാണ് എന്നൊന്ന് കണ്ടുവരാം. ചിന്നമന്നൂർ, തേവാരം, കമ്പം, വെത്തലകുണ്ട്, ശീലയംപെട്ടി, ഗൂഡല്ലൂർ തുടങ്ങിയ തെക്കൻ തമിഴ്നാട്ടിലെ പച്ചക്കറിത്തോട്ടങ്ങളുടെ പ്രധാന വിപണി കേരളമാണ്. ഓണം മുന്നിൽ കണ്ടാണ് പലപ്പോഴും കൃഷികൾ ക്രമീകരിക്കുന്നത്. இல்லை, ஓணத்துக்கு கொஞ்சம் நல்லா விற்கும்னு சொல்லியிருக்காங்க. ஆனால் இந்த 2 வாரமாகவே 30 ரூபாயில தான் இருக்கு. ஒரு ஓணன்றதுனால ஒரு 10 ரூபா கூடுன்னு சொன்னாங்க. ஆனால் கூடல, இதே ரேட்டில் தான் இருக்கு. തമിഴ്നാട്ടിലെ തേനി, മധുര ഉൾപ്പെടെയുള്ള 5 ജില്ലകളിലെ കൃഷിക്ക് കേരളവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. മറ്റൊന്നുമല്ല, മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 5 ജില്ലകളിൽ കൃഷി ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന തേനിയിലെ ഈ കൃഷിത്തോട്ടത്തിലും വെള്ളം എത്തുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം തന്നെയാണ്. അവിടെ നിന്നാണ് പിന്നീട് അത് പൈപ്പ് വഴി ഈ തോട്ടങ്ങളിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്യുന്നത്. ഓണത്തിന് നമ്മൾ ഇലയിൽ വിളമ്പുന്ന 28 കൂട്ടം കറികളും തമിഴ്നാട്ടിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരുന്ന പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. അതങ്ങനെ കറികൾ പാകമായി നല്ല തൂശനിലയിൽ സദ്യ കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ആ തൂശനില എവിടുന്നാ വരുന്നതെന്ന് ഇപ്പോൾ ചിലരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. നമ്മുടെ മാർക്കറ്റുകളിൽ കിട്ടുന്ന തൂശനിലകളിൽ കൂടുതലും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ തൂശനിലകൾക്ക് വേണ്ടി മാത്രമായി വാഴകൃഷി നടത്തുന്ന ആളുകൾ തമിഴ്നാട്ടിലുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ ഒരു തോട്ടത്തിലാണ്. ഒരു തൂശനിലയ്ക്ക് ശരാശരി 8 രൂപയാണ് വില. പക്ഷേ ഓണ ദിവസം അതിന്റെ വില ഇരട്ടിയിലധികമാകുമെന്ന് കർഷകർ തന്നെ പറഞ്ഞിട്ടുണ്ട്. വില ഇപ്പോൾ കൂടുതൽ മുഹൂർത്ത നാൾ, വിനായക ചതുർത്ഥി, ഓണം പண்டிகைனால விலை ரேட்டு കൂടുതൽ. இது வந்து பெங்களூரு, கேரளா, ஒசூர் எல்லா 2-3 மாநிலத்துக்கு போகுது. ആറടി വരെ നീളമുള്ള ഇല പലതായി മുറിച്ചാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. തൂശനില 100 എണ്ണം വീതം വൃത്തിയായി പായ്ക്ക് ചെയ്യും. 24 ഇഞ്ച് നീളവും 9 ഇഞ്ച് വീതിയുമുള്ള ഇലകളാണ് ഓണസദ്യ വിളമ്പാൻ തയ്യാറാക്കുന്നത്. ഈ കാണുന്നതാണ് ചിന്നമന്നൂർ മാർക്കറ്റ്. അതായത് നമ്മുടെ കേരളത്തിലേക്ക്, മധ്യ കേരളത്തിലേക്ക് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ കയറ്റിക്കൊണ്ടു പോകുന്നത് ഈ മാർക്കറ്റിൽ നിന്നാണ്. നമ്മൾ പറയുന്ന പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ പച്ചക്കറികളുടെ എല്ലാ ഇനങ്ങളും ഇവിടെ ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളെല്ലാം കയറ്റി വിടുന്നത് ഇവിടെ നിന്നാണ്. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന പച്ചക്കറികൾ ചിന്നമന്നൂരിലെ ഈ മാർക്കറ്റിൽ വെച്ചാണ് ലേലം ചെയ്യുന്നത്. ഓണം എത്തിയതോടെ പച്ചക്കറി വില കുതിച്ചുയർന്നിട്ടുണ്ട്. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ കൃഷിക്കാരെയും മൊത്തം മാർക്കറ്റ്, മെയിൻ മാർക്കറ്റ് ഇതാണ്. ഈ ഓണത്തിനുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള കൃഷിക്കാരും എല്ലാം ഒരുക്കും നേരമേ 3-4 മാസം മുമ്പ് തന്നെ ഒരു ഒരുക്കമായിരിക്കും എല്ലാം. ഇവിടെ 80% പോകുന്നു, ഇവിടെ പച്ചക്കറി മാർക്കറ്റ് 80% പോകുന്നത് കേരളത്തിലാണ് പോകുന്നത്. ഒരു 20% മാത്രമേ ലോക്കലിൽ പോകുള്ളൂ.
വിഷരഹിത പച്ചക്കറികൾ നമ്മുടെ വീട്ടിലെ തിന്മേശകളിലേക്ക് എത്തിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ പല വിധത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ എത്ര കണ്ട് ഫലപ്രദമായി എന്നതിനുള്ള ഒരു ചോദ്യം കൂടി ഉയർത്തിക്കൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഇത്ര കണ്ട് ലോഡ് പച്ചക്കറികൾ കയറിപ്പോകുന്നത്. എന്നിരുന്നാലും ഇത്തവണത്തെ ഓണത്തിനും ഈ പച്ചക്കറികൾ തന്നെ നമുക്ക് ആശ്രയം. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.